ഓണക്കാലത്ത് ആശ്വാസകരമായി സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെ ലഭിക്കും. വിലക്കയറ്റം ചെറുക്കാൻ സബ്സിഡിയോടെ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഓണച്ചന്തകൾ ഓഗസ്റ്റ് 25 ആരംഭിക്കും. സെപ്റ്റംബർ 4 വരെ 10 ദിവസമാണ് ചന്തകൾ നടക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജക മണ്ഡലം ആസ്ഥാനത്തും ആരംഭിക്കുന്ന ഓണച്ചന്തകളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 25 വൈകിട്ട് പുത്തരിക്കണ്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് 349 രൂപയ്ക്കും അര ലിറ്റർ 179 രൂപയ്ക്കും ലഭ്യമാക്കും. സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ ലിറ്ററിന് 429 രൂപ നിരക്കിലും അര ലിറ്റർ 219 രൂപ നിരക്കിലും ലഭ്യമാക്കും. സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ തുടങ്ങിയ മറ്റ് ഭക്ഷ്യ എണ്ണകളും ആവശ്യാനുസരണം ലഭ്യമാക്കും. AYA കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ 15 ഇനം സാധനങ്ങൾ ഉൾപ്പെട്ട 6 ലക്ഷത്തിലധികം ഓണക്കിറ്റുകളും നൽകും. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് കിറ്റിന്റെ വിതരണം നടക്കുക. സബ്സിഡി സാധനങ്ങളിൽ വൻപയർ 75 രൂപയെന്നുള്ളത് 70 രൂപയായി വില കുറയ്ക്കും. തുവരപ്പരിപ്പ് 105 രൂപയെന്നുള്ളത് 93 രൂപയായി മാറും. സബ്സിഡി മുളക് അര കിലോ എന്നുള്ളത് 1 കിലോയാക്കി മാറ്റും. ഓണക്കാലത്ത് തടസ്സമില്ലാതെ മുഴുവൻ സബ്സിഡി സാധനങ്ങളും ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും. 26, 27 തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഫെയറിന് തുടക്കമാകും. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു പ്രധാന ഔട്ട്ലെറ്റിനോടനുബന്ധമായി ഓണം ഫെയർ നടക്കും. ഓഗസ്റ്റ് 25 മുതൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സപ്ലൈകോ വണ്ടികൾ ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. റേഷൻ സംവിധാനത്തിലൂടെ വെള്ളക്കാർഡുകാർക്ക് 15 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭ്യമാക്കും. നീലക്കാർഡുകാർക്ക് 10 കിലോയും ലഭ്യമാക്കും. പിങ്ക് കാർഡിന് നിലവിലുള്ള സൗജന്യ അരി വിഹിതത്തിന് പുറമെ 5 കിലോഗ്രാം അരി ലഭ്യമാക്കും. മഞ്ഞ കാർഡിന് 1 കിലോ പഞ്ചസാരയും ലഭ്യമാക്കും. എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ വിഹിതം ഉറപ്പാക്കിയിട്ടുണ്ട്.